ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ മലയാള ചിത്രമായ ഐഡൻറ്റിറ്റിയിലേക്കാണ്. അപ്പോൾ ഐഡൻറ്റിറ്റിയിലെ നായകനായി വന്നിരിക്കുന്നത് ടൊവിനോയാണ്. നായികയായി തൃഷയാണ് ഉള്ളത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. സിനിമയുടെ എഴുത്തും അതിൻ്റെ ഡയറക്ഷനും ഹാൻഡിൽ ചെയ്തിരിക്കുന്ന അഖിൽ പോളും അനസ് ഖാനും ചേർന്നിട്ടാണ്. ടൊവിനോയും തൃഷയും കൂടാതെ ഷമ്മി തിലകൻ, അജു വർഗീസ്, വിനയ് റോയ്, അർച്ചന കവി, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ട്. ഇനി ഇതിനൊരു വൺ ലൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ തൃഷ പ്ലേ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ കഥാപാത്രം, ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ കഥാപാത്രം. അപ്പം ആ കഥാപാത്രം ഒരു മർഡറിന് വിറ്റ്നസ് ആവുകയാണ്. ഒരു നോർമൽ മർഡർ അല്ല, ഒരു വീടൊക്കെ കത്തിച്ചുകൊണ്ടുള്ള ഒരു മർഡറിന് വിറ്റ്നസ് ആവുകയാണ്. അപ്പോൾ വിറ്റ്നസ് ആയി കഴിഞ്ഞ് അത് പോലീസിനെ അറിയിക്കാൻ അല്ലെങ്കിൽ അത് ഭയന്ന് ഓടുന്ന സമയത്ത് തൃഷയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ആ മർഡർ ചെയ്ത ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു ബാക്കിൽ 1-2 സബ് പ്ലോട്ടുകളും ഉണ്ട്. ഇനി ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പാണ്. നല്ല ഷാർപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. ഓഡിയൻസിനെ സ്ലോ പേസിൽ ബിൽഡ് ചെയ്ത് വന്നിട്ട് ഓഡിയൻസിൻ്റെ മൈൻഡ് ഒരു ലെവലിൽ കൊണ്ട് നിർത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു ലെവലിൽ കൊണ്ട് നിർത്തുന്നതിൽ നല്ലവണ്ണം വർക്കൗട്ട് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് സിനിമയ്ക്കുള്ളത്. എന്നാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഈ റൈറ്റേഴ്സ് ഇരുന്ന് ചിന്തിച്ച് വീണ്ടും സാധനങ്ങൾ കഥയിലോട്ട് എഴുതി കയറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് സിനിമയ്ക്കകത്ത്. ഈ മറ്റേ പോക്കിരിരാജ സിനിമയിൽ സലീം കുമാറിൻ്റെ ക്യാരക്ടർ പറയുന്ന ഒരു ട്വിസ്റ്റ് ഒരു 3-4 ട്വിസ്റ്റൊക്കെ നമുക്ക് ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ട്വിസ്റ്റ് എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ അവസാനത്തെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികം, അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പ്ലോട്ട് പറഞ്ഞ് ഈ സ്റ്റോറി തീർക്കുക എന്ന് വെച്ചാൽ തീർന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ല, വീണ്ടും ട്വിസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് സെക്കൻഡ് ഹാഫ് ഇതിൻ്റെ ആസ്വാദന നിലവാരത്തെ കംപ്ലീറ്റ്ലി താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ആക്ടിങ് ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ടൊവിനോയും വിനയ് റോയും നല്ല പെർഫോമൻസ് ആയിരുന്നു. അർച്ചന കവി ഒരു ത്രൂ ഔട്ട് ഒരു നായിക പ്രാധാന്യമുള്ള കഥാപാത്രം അല്ലെങ്കിലും പുള്ളിക്കാരുടെ റോളും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ നല്ല റോളായിരുന്നു. പക്ഷേ തൃഷ ഇത്രയും വലിയ ഒരു ആക്ട്രസ് ആയിരുന്നിട്ട് കൂടിയും തൃഷയുടെ പെർഫോമൻസ് ഒരു ഹാഫ് ബേക്ക്ഡ് പെർഫോമൻസ് ആയിരുന്നു. ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസോ ഒന്നും തൃഷയിൽ കണ്ടില്ല. നമ്മൾ ജസ്റ്റ് വന്ന് ഈ പടത്തെ വന്ന് അഭിനയിച്ചിട്ട് അങ്ങ് പോയിക്കളയാം എന്നുള്ള രീതിയിൽ വന്ന് അഭിനയിച്ചിട്ട് പോയ പോലെയായിരുന്നു. ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു ആക്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ടൊവിനോ, വിനയ് റോയ്, അവരുടെ എല്ലാം പെർഫോമൻസ് നല്ലതായിരുന്നു. നമുക്ക് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ, ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ക്യാമറ വർക്ക് നല്ല ക്യാമറ വർക്കാണ്, നല്ല ഫ്രെയിമുകളാണ്, ലൈറ്റിംഗ് നല്ലതാണ്, അതെല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. നമുക്കൊരു ഒരു മോശം സിനിമ കാണുന്ന ക്യാമറ എവിടെയാണ് കൊണ്ട് വെച്ചേക്കുന്നത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോ സിറ്റുവേഷൻ നല്ല നീറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ അനിമേഷൻ, VFX സീനുകൾ പോലും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ നീറ്റാണ്. ഒരു ഓവറോൾ വ്യൂ എന്നുള്ള നിലയിൽ ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇപ്പോൾ സ്ട്രീമിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ട തിയേറ്ററിലല്ല കണ്ടത്. സ്ട്രീമിങ്ങിൽ നമുക്ക് കാണാം, പക്ഷേ സെക്കൻഡ് ഹാഫ് ഈസ് എക്സ്ട്രീംലി ലാഗിങ് ആണ്. എക്സ്ട്രീംലി ലാഗിങ് എന്ന് പറഞ്ഞാൽ എൻഗേജിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഈ ആവശ്യമില്ലാത്ത കഥാസന്ദർഭങ്ങൾ കൊണ്ട് ചേർത്ത് ഒരു കഥയെ ഏറ്റവും മോശമാക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അനസ് ഖാൻ, അഖിൽ പോളാണ് 7th ഡേ പോലുള്ള സിനിമകളും ചെയ്തത്. ഒരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സാണ്, ഒരു ഡിഫറെൻറ്റ് തിങ്കിങ് പ്രോസസ്സാണ് മലയാളി ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് അവർ കൊണ്ടുവരുന്നത്, ഒരു ത്രില്ലർ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് എഴുതാമായിരുന്നു. ഒരു സിമ്പിൾ പ്ലോട്ട് ലൈൻ പറഞ്ഞു പോയിട്ട് ഇവർ സിനിമയിൽ ഇടയ്ക്ക് പറയുന്ന സർപ്രൈസ് സാധനങ്ങളെല്ലാം തന്നെയും കഥയുടെ അവസാനം ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആഖ്യാനം ചെയ്യുന്ന രീതിയിലായിരുന്നുവെങ്കിൽ പെട്ടെന്ന് ഓഡിയൻസ് വണ്ടടിച്ചു പോകാൻ. കാരണം ഇത്രയും നേരം കണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് വിശ്വസനീയമല്ല, അത് വേറൊരു സ്റ്റോറി ലൈനായിരുന്നു എന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈനിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ നന്നായിരുന്നതെന്ന് എനിക്ക് തോന്നി. എന്തായാലും ചിത്രം നിങ്ങൾ സ്ട്രീമിങ്ങിൽ വന്നിട്ടുള്ളതുകൊണ്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.